ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ഡോക്ടർ ജയമോഹൻ. ഞാൻ തിരുവനന്തപുരം ICMലെ ഡയറക്ടറാണ്. ബഹുമാനപ്പെട്ട ശ്രീ സാബു സാർ, സെക്രട്ടറി മുപ്പത്തടം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ബഹുമാനപ്പെട്ട രഘു സാർ, ജോയിൻറ്റ് രജിസ്ട്രാർ റിട്ടയർഡ്, ബഹുമാന സുഹൃത്തുക്കളെ, നമ്മുടെ 2 ദിവസത്തെ പ്രോഗ്രാം വളരെ പെട്ടെന്നാണ് ഈ ഒരു പ്രോഗ്രാം ഇവിടെ ഓർഗനൈസ് ചെയ്തത്. ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത് നേരെ ഇടുക്കിയിൽ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. നിങ്ങൾ കേട്ട് കാണും, റൂൾ 50A അനുസരിച്ച് 5 ദിവസത്തെ ബോർഡ് മെമ്പേഴ്സിൻ്റെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് വരുന്ന ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വരികയാണ്. അത് നേരെയും വരികയാണ്. അപ്പം അത് എന്തുകൊണ്ട് ഇവിടെ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ അവിടുത്തെ ബോർഡ് പ്രസിഡന്റുമാരും ബോർഡ് മെമ്പേഴ്സൊക്കെ ഞങ്ങളോട് ആവശ്യപ്പെട്ടത്, ഇത് നല്ല ഒരു പ്രോഗ്രാമാണ്, ഈ 5 ദിവസത്തെ പ്രോഗ്രാം ഞങ്ങൾക്ക്. കാര്യം അതിൽ പലരും, ഏകദേശം ഒരു 90% ആൾക്കാരും ആദ്യമായിട്ട് ബോർഡിലൊക്കെ ഉള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അങ്ങനെയൊക്കെ സ്ഥിരമൊക്കെ പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങിലൊക്കെ പങ്കെടുത്ത ആൾക്കാരുണ്ട്. പക്ഷെ മെജോറിറ്റി മെമ്പേഴ്സും ആദ്യമായിട്ട് ഒരു ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, പ്രത്യേകിച്ച് സഹകരണ നിയമത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാമും സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ആകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആദ്യമായിട്ടുള്ള ഒരു അറിവും അനുഭവമായിരുന്നു. അപ്പോൾ ഈ 5 ദിവസത്തെ പ്രോഗ്രാമിൽ അവർ ഈ കാര്യങ്ങൾ, നിയമത്തെക്കുറിച്ചും ധനകാര്യ മാനേജ്മെന്റിനെ കുറിച്ചും ഫണ്ട് മാനേജ്മെന്റിനെ കുറിച്ചും ഒക്കെ കേട്ട് അവർ ശരിക്കും കുറച്ചൊന്ന് ഞെട്ടി എന്ന് പറയാൻ കാരണം, നിങ്ങൾക്കറിയാം 2024 സഹകരണ നിയമ ചട്ട ഭേദഗതി ഏറ്റവും ഒടുവില്ലാത്തതായിട്ട് വന്നു. ആ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ കേട്ടിട്ട് പലർക്കും ഒരു ഭയം, ഇത്രമാത്രം പ്രശ്നമുള്ളതാണോ സാർ, ഇത് ഞങ്ങളെ കൊണ്ട് പറ്റൂ, ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞങ്ങൾ വരില്ലായിരുന്നു എന്നൊക്കെയുള്ള പല കമൻസുകളും അതിനകത്ത് വന്നു. അതിൽ കുറേയൊക്കെ കമൻസ് ശരിയല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2024 ചട്ട ഭേദഗതി മനസ്സിലാക്കിയവർക്ക് അല്ലെങ്കിൽ മനസ്സിലാകുമ്പോൾ നമുക്കറിയാം, പഴയതുപോലെ അല്ല, കുറച്ച് പ്രശ്നാധിഷ്ഠിതമാണ്. കാര്യങ്ങൾ വളരെ നേരെ ചൊവ്വേ ചെയ്തില്ല എങ്കിൽ നന്നായിട്ടൊന്നും കുടുങ്ങും. പഴയതുപോലെയല്ല, ഉള്ള വസ്തുവും വകകൾ വരെ ജപ്തി ചെയ്തു പോകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. സ്വദേശം തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്ത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുറ്റുമുള്ള പല സംഘങ്ങളുടെയും പ്രസിഡന്റുമാരുടെ ED, നിങ്ങൾ പത്രങ്ങൾ ദ്വാര കേട്ട് കാണും, ED കയറി ഇറങ്ങിയിട്ട് കംപ്ലീറ്റ് എല്ലാ കുടുംബാംഗങ്ങളുടെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒന്നില്ലാതെ ജപ്തി ചെയ്ത് കൊണ്ടുപോയി. വളരെ തൊട്ടടുത്ത്. ഏറ്റവും വലിയ വിഷമകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സ്ഥാപനത്തിലെ പ്രസിഡന്റിനെ ഞങ്ങൾ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല സഹകാരിയായിട്ട് തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് മുൻപ്. അങ്ങനെയും കൂടെ ഒരു ചെറിയ വിഷമമൊക്കെ സംഭവിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നത്, അത് അറിവാണോ അറിവുകേടാണോ എന്താണെന്ന് എന്തായാലും പറയില്ല, കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ബോർഡ് മാത്രമല്ല, ബോർഡിനേക്കാൾ ഉപരി നമ്മുടെ ജീവനക്കാരും അറിയേണ്ടതുണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2024 ചട്ട ഭേദഗതിക്ക് കാരണമായ ചില കാരണങ്ങളുണ്ട്. ഈ ഭേദഗതി ഇത്രയും രൂക്ഷമായ രീതിയിൽ മുൻപൊന്നും ചട്ട ഭേദഗതി ആദ്യമായിട്ടൊന്നും ഉണ്ടായതല്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. സഹകരണ പ്രസ്ഥാനങ്ങളിൽ പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്രാവശ്യത്തെ ചട്ട ഭേദഗതി എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് കേരളത്തിൽ പലയിടത്തും അങ്ങോളം ഇങ്ങോളമുള്ള ചില സംഘങ്ങളിൽ ഉണ്ടായ ചില പ്രശ്നങ്ങൾ, അത് മുഴുവൻ 1600 സംഘങ്ങളെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് അതിനെ പർവ്വതീകരിക്കപ്പെട്ടു. മീഡിയയും അതും ഇതൊക്കെ അറിഞ്ഞു. ഞാൻ കൂടുതൽ നിങ്ങൾ പറയണ്ട, നിങ്ങളും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ആ സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്ന പല സംഘങ്ങളും ഉണ്ട്. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്
ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് 2024 ഈ ചട്ടഭേദഗതി വന്നത്. അപ്പോൾ ഈ ചട്ടഭേദഗതി വരുമ്പോൾ അത് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊരു പരിഹാര മാർഗം എന്നുള്ള നിലയിലാണ് ഈ ചട്ടഭേദഗതി വന്നത്. അപ്പോൾ ഈ പരിഹാരങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി അറിയേണ്ട കാര്യമുണ്ട്. ഈ പറഞ്ഞ ചട്ടം ഭേദഗതികളിൽ നമ്മുടെ ജീവനക്കാരെ അറിയേണ്ട, അല്ലെങ്കിൽ അതിന് കാരണമായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇനി പഴയതുപോലെ അല്ല കാര്യങ്ങൾ, നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, മാറി ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ സേവന വേതന വ്യവസ്ഥകളിലും ഇപ്പോൾ കുറേ ഭേദഗതികളും വ്യത്യാസങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സംഘത്തിനെ നമുക്ക് അത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം സംഘം നമ്മുടെ സ്ഥാപനം വളർന്നു അതിനനുസരിച്ച് നമുക്ക് ഗുണമുണ്ടാകും എന്നുള്ള രീതിയിൽ തന്നെയാണ് അത് ഇപ്പോഴും ഉള്ളത്. പക്ഷെ ചെറിയ പ്രശ്നങ്ങൾ അതിനകത്തും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും വെച്ചിട്ടാണ് 2 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാം ഇന്നിവിടെ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അത് കൈകാര്യം ചെയ്യുന്നത് 2 വളരെ പ്രഗത്ഭരായ വ്യക്തികളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് വളരെയധികം ഞങ്ങളുടെ ലീഡർഷിപ്പുമായിട്ടുള്ള 2 വ്യക്തികളാണ് നമുക്ക് ഈ ക്ലാസ് കൈകാര്യം ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ സാബു സാർ, സഹകാര്യത്തിൻ്റെ ചെയർമാനും അത് പ്രസിഡന്റും, അതോടൊപ്പം നമ്മുടെ ബാങ്കിൻ്റെ സെക്രട്ടറിയും നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ രഘു സാർ. ഈ 2 പേരെയും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട, നിങ്ങൾ എനിക്ക് പരിചയപ്പെടുത്തും എന്നുള്ളതാണ് കൂടുതൽ ഇത്. എന്നാലും എൻ്റെ ഔപചാരികതയുടെ പേരിൽ ഞാൻ 2 പേരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. 2 ദിവസത്തെ ക്ലാസ് പരമാവധി നിങ്ങൾ ഓരോരുത്തരും ഉപയോഗപ്പെടുത്തുക. ശരിക്കും ഒരു ക്ലാസ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഒറ്റ കാര്യങ്ങൾ പോലും തിരിച്ച് നാളെ വൈകുന്നേരം പോകുമ്പോൾ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം പോലും, സേവന വ്യവസ്ഥയായിക്കോട്ടെ ചട്ട ഭേദഗതി ആയിക്കോട്ടെ, ഇത് 2നെ കുറിച്ചും ഒരു സംശയവും ഉണ്ടാകാനും പാടില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പ്രാപ്തരായിട്ട് വേണം ഇവിടുന്ന് പോകാൻ, അല്ലേ സാറേ? അപ്പോൾ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതൊരു കൂടുതൽ ചർച്ചയിൽ കൂടി ക്ലാസ് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയപ്പെട്ട ICMൻ്റെ ഡയറക്ടർ ഡോക്ടർ ജയമോഹൻ സാർ, ഈ ക്ലാസ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന റിട്ടയർഡ് ജോയിൻ്റ് രജിസ്ട്രാർ കൂടിയായിട്ടുള്ള നിങ്ങൾക്കെല്ലാം സുപരിചിതനായ MD രഘു, ഇവിടെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 22ഓളം വരുന്ന ഡെലിഗേറ്റ്സ്, 13 ബാങ്കുകളെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളുകൾ ഈ ക്ലാസ്സിൻ്റെ ഭാഗമാണ്. 13 സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആളുകൾ ഇതിൻ്റെ ഭാഗമാണ്. ഈ ക്ലാസ്സിൽ 2 വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട ഡയറക്ടർ സൂചിപ്പിച്ചല്ലോ. ഒന്ന് സഹകരണ നിയമ ചട്ട ഭേദഗതി, മറ്റൊന്ന് സേവന വേതന വ്യവസ്ഥകൾ. സഹകരണ നിയമ ചട്ട ഭേദഗതി എന്ന് പറയുന്ന കാര്യത്തെ ഗൗരവപൂർവ്വം കാണാതെയും മനസ്സിലാക്കാതെയും എനിക്കും നിങ്ങൾക്കൊന്നും ഇനിയുള്ള കാലഘട്ടത്തിൽ പോകാൻ കഴിയില്ല. ഒരു മിനിമം അവയർനെസ് മാത്രം വെച്ചുകൊണ്ട് സഹകരണ മേഖലയിൽ നമുക്ക് ഇന്നലെ പോലെ ജോലി ചെയ്യാൻ കഴിയില്ല. ഒരു 6-7 വർഷം മുമ്പ് കേരളത്തിലെ സഹകരണ മേഖലയും ഇന്നത്തെ സഹകരണ മേഖലയും തമ്മിലുള്ള ഒരു പരിവർത്തനം നാം ചിന്തിച്ചാൽ, താരതമ്യം ചെയ്താൽ, ഒരുപക്ഷെ നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത മാറ്റമാണ് ഉണ്ടായത്, അല്ലേ? ആ മാറ്റത്തിൻ്റെ ഗതിവേഗം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ആ മാറ്റം അനിവാര്യമായിരുന്നു, അല്ലേ? അതായത് ഒരു സോപ്പ് കുമിളയെ പോലെ കെട്ടിപ്പൊക്കി ഉണ്ടാക്കേണ്ട ഒന്നല്ല കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം എന്ന് ഈ 6-7 വർഷക്കാലം നമ്മളെ കാണിച്ചു തന്നു. വലിയ കെട്ടിടങ്ങളിലോ സങ്കേതങ്ങളിലോ ഭാവപ്രകടനങ്ങളിലോ അല്ല സഹകരണ സ്ഥാപനങ്ങൾ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ ഈ കാലയളവിൽ കണ്ടുല്ലേ.
സാങ്കേതികവും നിയമം പാലിക്കാത്തതുമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി കേരളത്തിൽ തകർന്നു വീണ സഹകരണ സ്ഥാപനങ്ങളുടെ എണ്ണം വളരെ 10, 15, 20 സ്ഥാപനങ്ങളെ നമുക്ക് പേരെടുത്ത് പറയാൻ കഴിയും. പലവിധ കാരണങ്ങളാലാണ് അവയ്ക്ക് ക്ഷീണം സംഭവിച്ചത്. ചിലത് നിയമം ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നെങ്കിൽ ചിലത് കേവലമായ സോഷ്യൽ മീഡിയ പ്രചരണം കൊണ്ട് തകർന്നുപോയ ബാങ്കുകളും ഉണ്ട്. ഇപ്പം കേരളം ആകെ ചർച്ച ചെയ്ത, അതായത് ഇപ്പം ചെറിയ പരിക്ക് പറ്റിയ സ്ഥാപനത്തിൻ്റെ പേര് പറയുന്ന പോലെയല്ല കേട്ടോ. കരുവന്നൂർ ബാങ്കിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതിന് നമുക്ക് തടസ്സമില്ലല്ലോ. മൈലാപ്ര ബാങ്കിൻ്റെ പേര് പറഞ്ഞ് സംസാരിക്കുന്നതിന് നമുക്ക് തടസ്സമുണ്ടോ? അപ്പോൾ മൈലാപ്ര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് തകർന്ന് തരിപ്പണമായി. നിങ്ങൾക്കറിയാമല്ലോ, നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ഒരു സ്ഥാപനമായി അത് മാറി. ജീവനക്കാരെല്ലാം ഘട്ടം ഘട്ടമായി അവിടുന്ന് കൊഴിഞ്ഞ് പോയി. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ബാങ്കുണ്ട്, ജമുസ. ഈ ബാങ്കിൻ്റെ അടുത്തൊരു ബാങ്കുണ്ട്, പത്തനംതിട്ട സർവീസ് സഹകരണ ബാങ്ക്. ഈ പത്തനംതിട്ട സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് പ്രത്യേകിച്ച് തെറ്റൊന്നും ചെയ്തില്ല. ആകെ ഒരു തെറ്റുള്ളൂ. ഭൂമിശാസ്ത്രപരമായി മൈലാപ്രയുടെ അതിരിലായിരുന്നു ആര്? മൈലാപ്രയിൽ അവിശ്വാസം വന്നപ്പോൾ ആളുകളെല്ലാം കൂട്ടം കൂട്ടമായിട്ട് എങ്ങോട്ട് ചെന്നു? ഈ പത്തനംതിട്ട സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ നിക്ഷേപം പിൻവലിച്ചു. അവസാനം ഏത് ബാങ്ക് കൂടി തകർന്നു? ഒരു തെറ്റും ചെയ്യാതെ സോഷ്യൽ മീഡിയ അറ്റാക്കിൽ മൈലാപ്ര ബാങ്കിന്റെ അയൽവക്കത്ത ഉള്ള ഒരു സ്ഥാപനമായി പോയി എന്നുള്ളത് കൊണ്ട് മാത്രം ആര് തകർന്നുപോയി? അപ്പം നമ്മുടെ ബാധ്യത എന്താണെന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ സ്ഥാപനത്തെ സംരക്ഷിക്കണം, ഒപ്പം അയൽവക്കത്തെ സ്ഥാപനത്തെ കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ആരുടെയായിട്ട് മാറി? മാറ്റമല്ലേ അല്ലേ? മറ്റൊന്ന്, ഇന്നലകളിൽ നിയമം മൂലം വരിഞ്ഞു മുറുക്കാൻ കഴിയാത്ത കാര്യങ്ങളെല്ലാം ഈ നിയമം മൂലം വരിഞ്ഞു മുറുക്കി, ചട്ടം മൂലം വരിഞ്ഞു മുറുക്കി. അപ്പോൾ ആ ഭേദഗതികളൊക്കെ ഒന്നിനൊന്ന് സാറ് പറഞ്ഞതുപോലെ ഈ മേഖലയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ഭേദഗതികളായിരുന്നു. നേരത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ നമ്മൾ പരിശീലനത്തിന് പോകും. പ്രധാനമായും ജീവനക്കാരല്ലേ പരിശീലനത്തിന് പോയിരുന്നത്? ആണല്ലോ. പലപ്പോഴും അത് സെക്രട്ടറിമാരായിരുന്നു പരിശീലനത്തിന് പോയിരുന്നല്ലേ. താഴെയുള്ള ജീവനക്കാരെ വളരെ കുറച്ചല്ലേ വിട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ജീവനക്കാരെ പരിശീലനം നിർബന്ധമായി. അതിനുശേഷം സഹകരണ നിയമത്തിൽ ഈ മെയിൻ ഭേദഗതിക്ക് മുമ്പ് വന്ന ഭേദഗതികളുടെ ഭാഗമായി ജീവനക്കാരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇൻക്രിമെന്റും പ്രൊമോഷനും കിട്ടണമെങ്കിൽ പ്രത്യേകമായ കോഴ്സ്, നിശ്ചിത ദിവസത്തെ കോഴ്സ് പാസ്സാവണമെന്ന് പറഞ്ഞു അല്ലേ. അതിലേക്ക് നമ്മൾ ശീലിച്ചു വന്നു. അപ്പോഴത്തേക്കും 2004 ഒരു വലിയ ഭേദഗതി വരുന്നു, ഒരു കൂറ്റൻ ഭേദഗതി. ആ കൂറ്റൻ ഭേദഗതിയിൽ എന്തുകൂടി കൊണ്ടുവന്നു? ഭരണസമിതി അംഗങ്ങളുടെ പരിശീലനം ചട്ടം റൂൾ 50A അനുസരിച്ച് എന്ത് നിർബന്ധമാക്കി? അപ്പോൾ ബോർഡ് മെമ്പർമാർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ പ്രത്യേകിച്ച് നിരക്ഷരരായ ആളുകൾ സാമ്പത്തികം കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങളുടെ മാനേജ്മെന്റിൽ വന്നാൽ, അല്ലെങ്കിൽ വേണ്ടത്ര ജ്ഞാനമില്ലാത്തവർ വന്നാൽ, പണം കൈകാര്യം ചെയ്ത സ്ഥാപനങ്ങൾ എന്നുള്ള നിലയിൽ അവയുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ അതിൻ്റെ അവഗാഹം വർദ്ധിപ്പിക്കുന്നതിനെല്ലാം കഴിഞ്ഞില്ലെങ്കിൽ ആ സ്ഥാപനങ്ങൾ കൂടി ഇല്ലാതായി പോവും എന്ന തിരിച്ചറിവിൽ നിന്നല്ലേ ഈ പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലനം നിർബന്ധമാക്കിയത് അല്ലേ? അപ്പോൾ അത് ഈ കാലഘട്ടം വരുത്തിയ ഒരു മാറ്റമാണ്. ഇപ്പം ഈ പരിശീലനം എല്ലാ ഡയറക്ടർ ബോർഡ് മെമ്പർമാരും അവർ തിരഞ്ഞെടുത്താൽ 1 വർഷത്തിനുള്ളിൽ ഏത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം? വേണമെങ്കിൽ രജിസ്ട്രാർക്ക് എല്ലാ പ്രൊവേഴ്സും ഉണ്ടല്ലോ. ഇത് പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായോ? ഇനിയും ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിന് പോലും ഉപയോഗിച്ചാൽ നാളെ കുറ്റപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ ചട്ടത്തിൽ ഇത് പാസ്സായില്ലെങ്കിൽ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നൊരു വാക്ക് എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നിയമം മൂലം നിർബന്ധമാക്കപ്പെട്ട ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ ഭരണസമിതിയുടെ വീഴ്ചയായിട്ട് നമുക്ക് മെമ്മോ ഓഫ് ചാർജസ് തരാൻ രജിസ്ട്രാർക്ക് പറ്റില്ലേ? അപ്പോൾ ബലത്തിൽ ബോർഡ് മെമ്പർമാർക്ക് പരിശീലനം ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അതിനകത്ത് വന്നു. മറ്റൊന്ന്, അംഗങ്ങളുടെ നമ്മളുടെ ഈ നിയമത്തിൽ വന്ന ഒരു മാറ്റത്തിൽ പ്രധാനപ്പെട്ട ഞാൻ 3-5 കാര്യങ്ങൾ മാത്രം അവിടെ ഞാൻ സൂചിപ്പിക്കുകയുള്ളൂ. ബാക്കി ക്ലാസ്സിലേക്ക് വരുമ്പോൾ സാറ് പറയും. അംഗങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന അവകാശങ്ങളിൽ മാറ്റം വരുത്തി. വകുപ്പ് 19B മാറ്റം വരുത്തി. നേരത്തെ അംഗങ്ങൾക്ക് ഒരു സംഘത്തിൻ്റെ നിയമപുസ്തകം, ഏറ്റവും പുതിയ ആക്ട് ആൻഡ് റൂള് ഒരംഗത്തിന് സംഘത്തിൽ വന്ന് പരിശോധിക്കാൻ കഴിയും. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലില്ലെങ്കിലും
ജയമോഹൻ സാർ, ബഹുമാനപ്പെട്ട ശ്രീ പി സാബു, എനിക്ക് ഏറ്റവും ആദരണീയരായ എൻ്റെ കുട്ടികൾ, ഞാൻ ക്ലാസ് എടുക്കുന്നു പറയുമ്പോൾ നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളാവും. പിന്നെ അതുകൊണ്ട് ആദ്യമേ പറയാം, ഒരു ക്ലാസ്സായി നിങ്ങൾ കണക്കാക്കേണ്ടതില്ല, ഒരു ഇൻട്രാക്ഷൻ ആയിട്ട് നമ്മൾ കണക്കാക്കാം. നിന്നെ പറഞ്ഞിട്ടുള്ളത് രാവിലെ എന്ന് പറഞ്ഞ് ഇപ്പൊ രാവിലെ എന്ന് പറയാൻ കഴിയില്ല, കാരണം ഉച്ചയായി. രാവിലെ സഹകരണ ചട്ട ഭേദഗതിയെ കുറിച്ചും ഉച്ചയ്ക്ക് ശേഷം വായ്പ അല്ലെ, അങ്ങനെയല്ലേ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്നത്? വായ്പയല്ല, ആക്ട് ആൻഡ് റൂളും സർവീസ് മാറ്റർ. സർവീസ് മാറ്റർ. കാരണം ഞാൻ എൻ്റെ മനസ്സിലുള്ള കാര്യം പറയാം. ഇപ്പോ റൂൾ 50A ക്ലാസ് ആണ് ഇപ്പൊ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് റൂൾ 50A എന്ന് പറഞ്ഞ്? എന്താണ് റൂൾ 50A? റൂൾ 50A എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അറിയാമെങ്കിൽ മാത്രം പറയുക, തെറ്റിയാലും കുഴപ്പമില്ല. ഇത് ചോദ്യോത്തര പങ്ക്തിയല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്ററാക്ഷൻ ആണ്. റൂൾ 50A എന്താണ്? ഇപ്പോ സാബു പറഞ്ഞു അല്ലേ, ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളും ചാർജ് എടുത്ത് ഒരു വർഷത്തിനുള്ളിൽ ICM, അസ്തി, കിംബ്, കിക്മ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നിവർ സംഘടിപ്പിക്കുന്ന ഒരു പരിശീലന പരിപാടിയിൽ പങ്കെടുത്തിരിക്കണം, നിർബന്ധമാക്കി. അതിന് കാരണം നിങ്ങൾക്കറിയാം, ഈ സഹകരണ നിയമത്തിന്റെ ഇത് എത്രാമത്തെയാണിത്? ഭേദഗതി വന്നിട്ടുള്ള 25ാമത്തെ ഭേദഗതിയാണ്. സഹകരണ നിയമത്തിന്റെ 25ാമത്തെ ഭേദഗതിയാണ് 31/12/24 വന്നത്. അതിൽ പ്രത്യേകിച്ചെടുത്ത് പറഞ്ഞ 2-3 കാര്യങ്ങളിൽ ഒന്നാണ് ഈ റൂൾ 50A. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഏതാണ്ട് 1600ഓളം സഹകരണ സംഘങ്ങൾ എന്ന് വെച്ചാൽ PACS മാത്രം, നമ്മുടെ PACS മാത്രവും 77ഓളം പ്രാഥമിക കാർഷിക വികസന ബാങ്കുകളും 100-ലധികം അർബൻ ബാങ്കുകളും ലൈസൻസ്ഡ് അർബൻ ബാങ്കുകളും അർബൻ സൊസൈറ്റികളും മിസ്ലേനിയസ് സംഘങ്ങളപ്പോൾ ഈ കേരളത്തിൽ നമ്മളൊരു 5 വർഷം ബാക്കിലേക്ക് ഒന്ന് പോയാൽ, 5 വർഷം ബാക്കിലേക്ക്, 26, 21, 20, 21 കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കറിയാം, 2019 വർഷത്തിൽ 18-19 ഓഖി എന്ന് പറയുന്ന ഒരു സാധനം വന്നു അല്ലേ? കേട്ടോ, ഓഖി എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റ് വന്നു. 19-ൽ 20-ലും പ്രളയം വന്നു. 21-ൽ 22 കാലഘട്ടങ്ങളിൽ കേരളത്തെ ലോകം ആകമാനം ബാധിച്ച കോവിഡും വന്നു അല്ലേ? ആ സമയത്തൊക്കെ തന്നെ സഹകരണ പ്രസ്ഥാനത്തെ ആകമാനം ബാധിച്ച വേറൊരു കോവിഡ് നമുക്ക് ആ സമയത്ത് വന്നു. അത് നേരത്തെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ കരുവന്നൂരും നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള അല്ലേ, ഏത് ബാങ്ക് അത്? എല്ലാം കെയിൽ തുടങ്ങുന്നതാണ്. എന്റെ പ്രസിഡന്റ് ബാസുരാങ്കൻ എന്ന് പറയുന്ന സാറായിരുന്നു. ആ ബാങ്കും നമ്മുടെ മൈലപ്രയും ഇതൊക്കെ തന്നെ നിങ്ങൾക്കറിയാം, ഈ 1600 മുകളിലുള്ള സംഘങ്ങളിൽ, വിരലിൽ എണ്ണാവുന്ന സംഘങ്ങളിൽ മാത്രം ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ അല്ലേ? അല്ലാതെ കേരളത്തിലെ നമ്മളിപ്പോ എല്ലാവരും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണെന്നാണ് എല്ലാവരും പ്രസംഗം തുടങ്ങുമ്പോൾ അങ്ങനെ പറയാറുള്ളത് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, കേരളത്തിൽ ഒരു കാരണവശാലും പ്രതിസന്ധിയില്ല. പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കില്ല. കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിൽ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും അതുപോലെ തന്നെ ബാങ്കിനെ നയിക്കുന്നവരുടെയും ഒരു വീഴ്ച അവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പേര് കണ്ടല സർവീസാണ്. കണ്ടല സർവീസ്, കരുവന്നൂരും കണ്ടലയും. ഒരു പ്രത്യേകത ഉണ്ട്, ഈ കെയിൽ തുടങ്ങുന്ന ബാങ്കുകൾക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ വന്നിട്ടുള്ളത് അല്ലേ? കണ്ടല, കരുവന്നൂര്, കീഴ്ത്തടിയൂര്, കുട്ടനെല്ലൂര് അല്ലേ? അല്ല, കടുങ്ങല്ലൂരൊന്നുമില്ല. അല്ല, ഞാൻ പറയുന്നത് ഇങ്ങനെ വന്നിട്ടുള്ളത്, സംഭവിച്ചിട്ടുള്ളത് കെയിലാണ്. പറയൂ. കുമരനല്ലൂർ ഭഗവതി എനിക്കറിയാം. ഞാനിപ്പോ അടുത്ത് അല്ല, പാലക്കാടാണ് കുമരനല്ലൂർ. ഞാൻ പാലക്കാട് നിന്നാണ് റിട്ടയർ ചെയ്തത് കേട്ടോ. ഞാൻ കേരള ബാങ്കിന്റെ ജോയിന്റ് ഡയറക്ടറാണ് റിട്ടയർ ചെയ്തത്
പാലക്കാട് നമുക്കറിയാം, കുമരനെല്ലൂർ ഒക്കെ. അപ്പം കെയിൽ തുടങ്ങുന്ന ബാങ്കുകൾക്കാണ് ഈ കുറച്ച് അവധിയം വന്നിട്ടുള്ളത്, നമ്മളല്ലാതെ ഞാൻ പറഞ്ഞത്. അപ്പോൾ കുമരനെല്ലൂരാണെങ്കിലും അവിടെ ഒന്നും കീഴ്ത്തൊടിയൂരും വലിയ പ്രശ്നങ്ങളല്ല, പക്ഷെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനുള്ള അവസ്ഥ ഇപ്പം ഇല്ല അവിടെ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ കരുവന്നൂര് ഏറ്റവും കൂടുതൽ ശമ്പളം 7,500 7,500 ഏറ്റവും കൂടുതൽ ശമ്പളം. പുത്തൂർ സർവീസ് ബാങ്കിൽ അടിസ്ഥാന ശമ്പളം മാത്രം കൊടുക്കുന്നു, ബേസിക് പേ മാത്രം കൊടുക്കുന്നു. കണ്ടലയിൽ 5,000 രൂപയാണ് സൂപ്പർവൈസറി കേഡറുള്ളവർക്കെല്ലാം. ആലോചിച്ച് നോക്കുക, 5,000 രൂപയാണ്. ഇപ്പോ സാധാരണ നമ്മളൊരു ചെറിയ പണിക്ക് പോയാൽ തന്നെ 500 രൂപയിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. പക്ഷെ ഇവരൊക്കെ അങ്കമാലി അർബൻ, എറണാകുളം ജില്ലയിലെ അങ്കമാലി അർബൻ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ അവർ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നത് എന്തിനു വെച്ചാൽ സർവീസ് ബുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് തരിക, എപ്പോഴെങ്കിലും ശരിയാവും, ഇതാണ് പ്രതീക്ഷ. എപ്പോഴെങ്കിലും ശരിയാവും, ഇപ്പോഴല്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ സംഘത്തിന് എഴുതപ്പെട്ട ഒരു രജിസ്റ്റേർഡ് ബൈലോ ഉണ്ടാകും, അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി സബ് റൂൾ ഉണ്ടാകും, അല്ലാതെ രജിസ്ട്രാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഉണ്ടാകും, സർക്കുലറുകൾ ഉണ്ടാവും, ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഉണ്ടാവും. ഇതൊക്കെ തന്നെ ഇതൊന്നും നമുക്ക് ബാധകമല്ല എന്ന രീതിയിൽ ജീവനക്കാരും അതുപോലെ ഭരണസമിതികളും പെരുമാറുമ്പോഴാണ്, അല്ലെങ്കിൽ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വീഴ്ചകളൊക്കെ വന്നു കാണാൻ സാധ്യതയുള്ളത് കൂടുതലും. അല്ലെങ്കിൽ ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ഇപ്പൊ നമ്മളുടെയൊക്കെ ബാങ്കിൽ ഇപ്പൊ നമ്മൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും, എന്റെ ബാങ്കിൽ ആ രീതിയിൽ ഇപ്പൊ ഭരണസമിതികൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കുക, അങ്ങനെ നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിവുള്ള ഭരണസമിതി അംഗങ്ങൾ ആരുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് 95% പേര് കൈവക്കും. വളരെ സന്തോഷം ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജീവനക്കാരും അതുപോലെ പറയാൻ നിങ്ങൾ തുനിയണം, നിങ്ങൾക്ക് ഉണ്ടാകണം, നിങ്ങൾക്ക് ആർജവും കൂടെ ഉണ്ടാവണം. അതിനു മുമ്പ് എന്നെ കുറിച്ച് ഇപ്പോ സെക്രട്ടറി ജവഹർ സാറും പറഞ്ഞു, നമുക്കൊരു ആദ്യം ഒരു പരിചയപ്പെടൽ, എനിക്ക് അറിയാവുന്നവരുണ്ട്, അറിയാൻ പാടില്ലാത്തവരുണ്ട്. ആദ്യം ഒരു തുടക്കത്തിൽ ഒരു നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്നിട്ട് തുടങ്ങാം. പേരും ബാങ്കിൽ എന്ന് പറഞ്ഞോളൂ. ഞാൻ വള്ളോളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പേര് ഷീന. ഏത് ഡെസിഗ്നേഷൻ? ഇന്റേണൽ ഓഡിറ്ററാണ്. മന്ദൻ സർവീസ് ബാങ്കിലെ സെക്രട്ടറി കുമുദ എം.എൻ. സജിത, കോതമംഗലം താലൂക്ക് പുത്തൂര് കോപ്പറേറ്റീവ് ബാങ്ക്, ഇന്റേണൽ ഓഡിറ്റർ. ഞാൻ കോതമംഗലം സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ബിന്ദു ആർ. എൻ്റെ പേര് ബിപിൻ പീതാംബരൻ. ഞാൻ മുത്തോലവരം സർവീസ് സഹകരണ ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ വർക്ക് ചെയ്യുന്നു. മൂവാറ്റുപുഴ താലൂക്കാണ്. സാറിനെ ഒരു ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് സ്മിത, ഞാൻ ലോക്കൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലാണ് വരുന്നത്, ജൂനിയർ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് സാജു, ഞാൻ ലോക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് വിൽസൺ, ലോക്കൽ സർവീസ് സഹകരണ ബാങ്കിലാണ് ഇന്ത്യൻ ഓഡിറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ പേര് ജെയ്സൺ, ഞാൻ മൂവാറ്റുപുഴ താലൂക്ക് വാള സർവീസ് സഹകരണ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, സീനിയർ ക്ലർക്കായിട്ട്. എൻ്റെ പേര് മിഥുൻ, ഞാൻ ആമ്പലൂർ ജനതാ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, സീനിയർ ക്ലർക്കായിട്ട്. വലിയപറമ്പിൽ സർവീസ് സഹകരണ ബാങ്ക്, കോഴിക്കോട് ജില്ലയാണ്. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. എൻ്റെ പേര് അജീഷ് കുമാർ, കടലൂർ സർവീസ് കോപ്പറേറ്റീവ് ബ്രാഞ്ച് മാനേജർ. പേര് അഭിമന്യു, കൊച്ചിൻ നേവൽ ബേസ് എംപ്ലോയീസ് സൊസൈറ്റി കണ്ണൂർ, ജൂനിയർ ക്ലർക്ക്. പേര് CR രവി, പാലക്കാട് കുമരനെല്ലൂർ സഹകരണ സർവീസ് ബാങ്ക് സെക്രട്ടറി. ഞാൻ നിസാർ, കുമരനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സീനിയർ ക്ലർക്ക്. പേര് അരുൺ, കുമരനെല്ലൂർ സർവീസ് ബ്രാഞ്ച് മാനേജറായിട്ട്. പേര് പ്രസീത, മുപ്പത്തനം സർവീസ് സഹകരണ ബാങ്കിലെ ബ്രാഞ്ച് മാനേജറാണ്. എൻ്റെ പേര് ജയശ്രീ, മുപ്പത്തനം സർവീസ് സഹകരണ ബാങ്ക് അക്കൗണ്ടൻ്റാണ്. ശ്രീലക്ഷ്മി, മുപ്പത്തനം സർവീസ് കോപ്പറേറ്റീവ് ജൂനിയർ ക്ലർക്ക്. ഞാൻ സ്മിത, ഏലൂക്കര കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റോർ അസിസ്റ്റൻ്റ്. സിന്ധു, ഈസ്റ്റ് എടങ്ങല്ലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, ഇന്ത്യൻ ഓഡിറ്റർ. നിഷ, കിഴക്കേ കടങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക്, ബ്രാഞ്ച് മാനേജർ. വളരെ സന്തോഷം. കാരണം ഇന്റേണൽ ഓഡിറ്റ് തസ്തികകൾ ഓരോന്ന് കൈവൊക്കെ പറഞ്ഞെങ്കിലും ഒന്നുകൂടെ 1, 2, 3, 4, 5 പേരാണ് ഇന്റേണൽ ഓഡിറ്റ് തസ്തികകളുള്ളത്. കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വമുള്ളതും ഏറ്റവും കൂടുതൽ
ജോലിഭാരമുള്ളൊരു തസ്തികയാണ് ഇന്റേണൽ ഓഡിറ്റ് തസ്തിക. 5 മണിക്കൊന്നും ഇറങ്ങി പോകാൻ കഴിയില്ല. ഇന്റേണൽ ഓഡിറ്റ് ബ്രാഞ്ച് മാനേജർമാർ സാധാരണ 8 മണിയാവും വീട്ടിൽ പോകും. കാരണം ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചിന്റെ അക്കൗണ്ട്സ് കൂടെ കൺസോളിഡേറ്റ് ചെയ്ത് ഇന്റേണൽ ഓഡിറ്റർ, ഇല്ലേ സെക്രട്ടറി? ഇന്റേണൽ ഓഡിറ്റർ, അതിന്റെ അർത്ഥം എന്താ? അതാത് ദിവസത്തെ ഓഡിറ്റ് ഇന്റേണൽ ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇന്റേണൽ ഓഡിറ്റർമാരെ സെക്രട്ടറിമാര് ക്യാഷിലേക്ക് ഇരുത്തും. ഏറ്റവും വലിയ പോസ്റ്റ് ഇരിക്കുന്നതാണ് ഇന്റേണൽ ഓഡിറ്റർ എന്ന് പറയുന്നത്. അപ്പം 4 മണി 4:45 ഒരു കാരണവശാലും ഇറങ്ങി പോകാൻ കഴിയില്ല ഇന്റേണൽ ഓഡിറ്റർ. ഏറ്റവും ലാസ്റ്റ് സെക്രട്ടറിയും ഇന്റേണൽ ഓഡിറ്റർ ഏറ്റവും ലാസ്റ്റ് പോകും. അതിന് കാരണം ബാങ്കിന്റെ ഓഡിറ്ററെ, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ടീം ഓഡിറ്റാണ്, ഓഡിറ്ററെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ ചുമതല ഉള്ള ആളാണ് ഇന്ത്യൻ ഓഡിറ്റ് തസ്തികകളുള്ളത്. അപ്പം ഇന്ത്യൻ ഓഡിറ്റർ ഇവിടെ എല്ലാവരും എത്ര മണിക്ക് പോകും വീട്ടില്? 5:30. വെരി ഗുഡ്. അതാത് ദിവസത്തെ വൗച്ചറുകൾ വൗച്ച് ചെയ്യാറുണ്ടോ? ഇല്ല. എന്തോ അത് പോരാ. ഇന്റേണൽ ഓഡിറ്റ് തസ്തികയിലിരിക്കുന്നവർ നിർബന്ധമായും അതാത് ദിവസത്തെ ജനറൽ വൗച്ചറെങ്കിലും വൗച്ച് ചെയ്തിരിക്കണം. ജനറൽ വൗച്ചറെങ്കിലും, മുഴുവൻ വൗച്ചർ ചെയ്തില്ലെങ്കിലും ജനറൽ വൗച്ചേഴ്സ് ചെയ്തിരിക്കണം. എന്തിനാ വേണ്ടിയിട്ടാണെന്നറിയോ? ഇതിനു വേണ്ടിയിട്ടാ നമുക്ക് 100 രൂപ ചെലവുണ്ടായ സാധനം അത് 50 രൂപയിൽ കഴിയുമായിരുന്നു എന്ന് ഇന്റേണൽ ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യണം. 100 രൂപ പാസ് ചെയ്തപ്പോ പോരാ, ആ 100 രൂപ ചെലവാക്കിയത് നമുക്ക് 50 രൂപ കഴിയുമായിരുന്നു എന്നുകൂടെ ഇന്റേണൽ ഓഡിറ്റ് ശ്രദ്ധിക്കണം. മാത്രമല്ല സെക്രട്ടറിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരാളാണ് ഇന്റേണൽ ഓഡിറ്റർ. നമുക്ക് അവിടെ ഇല്ലല്ലോ, വന്നത്തില്ലല്ലോ. ആരത്? രമാദേവിയൊക്കെ 6 മണിക്ക് ശേഷം വിടാൻ പാടുള്ളൂ. 6-7 മണി എല്ലാം കഴിയും. അതിന് മുമ്പ് കഴിയണം. ഓക്കെ, ബ്രാഞ്ചുകൾ ഉള്ളിടത്താണ് ഈ പ്രശ്നം. അല്ലെങ്കിൽ ഇല്ല, ബ്രാഞ്ച് ഇല്ലാത്തടത്ത് അതാത് ദിവസത്തെ വൗച്ചറുകൾ, കാരണം ക്യാഷ് ട്രാൻസാക്ഷൻ ചിലപ്പോൾ 4 മണിക്ക് കഴിയും. ആ 4 മണിക്ക് കഴിഞ്ഞാൽ പിന്നെ ജോലി മുഴുവൻ നമ്മൾ ക്യാഷ് പൊട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിലും ചെയ്യേണ്ടത് ഇന്റേണൽ ഓഡിറ്ററും മറ്റു കാര്യങ്ങളും അതാത് ദിവസത്തെ ജനറൽ ഓഡിറ്റേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ